നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. സുഡാനിൽ സംഭവിക്കുന്ന ക്രൂരതകൾക്ക് അറുതിയില്ല. ലോകത്ത് സമാന്തരമായി 2 യുദ്ധങ്ങളാണ് നടക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിന് പിറകെയുള്ള ഓട്ടത്തിൽ ലോകമാധ്യമങ്ങളടക്കം സുഡാനിലെ സംഭവ വികാസങ്ങളെ കാണാതിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രൂരതയുടെ പര്യായ പദമായി മാറുന്ന മനുഷ്യജീവന് വില കൽപ്പിക്കാതെ ഒരു പോരാട്ടം പോലെ കൊലകൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഇവിടെ കണ്ണു മൂടിക്കെട്ടുന്നത്? എന്താണ് ഇവരെ ആരും തിരിഞ്ഞു പോലും നോക്കാത്തത്? നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണ് സുഡാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലും അതേപോലെ തന്നെ യൂറോപ്പില് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ലോകം ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് പോകുന്നത്. മറ്റ് പല രാഷ്ട്രങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സുഡാന്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല എന്നത് വലിയ സങ്കടകരമായ ഒരു വസ്തുതയാണ്. നമുക്ക് എന്താണ് സുഡാനിൽ സംഭവിച്ചതെന്ന് കാര്യമായിട്ട് തന്നെ നോക്കാം. അതിനു മുൻപ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു ഏകദേശ ചിത്രം ഞാൻ ആദ്യം പറയാം. സുഡാൻ ആൻഡ് ഫോഴ്സുമായി ഒരു വർഷത്തിലേറെയായി യുദ്ധം ചെയ്യുകയാണ് അർദ്ധ സൈനിക സംഘടനയായ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. യുദ്ധത്തിന്റെ മറവിൽ സുഡാനിൽ കൂട്ടക്കുരുതുകളാണ് നടക്കുന്നത് അത്രയും. അതായത് ഇതൊന്നും പുറം ലോകത്ത് അറിയുന്നില്ല എന്ന് മാത്രം. കൂട്ടക്കൊലയുടെ എണ്ണത്തെ പറ്റി പരസ്പരം വീമ്പ് പറയുകയും മരണത്തെ അതിജീവിച്ചവരെ സൈനികർ പരിഹസിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് BBC ന്യൂസ് പുറത്തുവിട്ടത്. അത് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. സുഡാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആണെന്ന് ശരിവെക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയും വന്നുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിൽ ഗസിറ സംസ്ഥാനത്തെ അൽ സരിഹയിൽ നടന്ന ആക്രമണത്തിൽ 80 പേരെങ്കിലും മരിച്ചതായിട്ടാണ് BBC സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണസംഖ്യ 124 വരെ ആകാമെന്നും UN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരായുധരായ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്ന മനസാക്ഷിയില്ലാത്ത നടപടികളാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഇങ്ങനെയാണ്. ഗസിറയിലെ ഒരു സീനിയർ RSF കമാൻഡർ രാജ്യത്തിന്റെ സായുധ സേനയിലേക്ക് കൂറി മാറിയതായിട്ടാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇങ്ങനെ ഒരു കൂറുമാറ്റം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ RSF വക്താക്കൾ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വർഷമായി ഇക്കൂട്ടർ രാജ്യത്ത് ചെയ്തു വരുന്ന ആക്രമണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആരോപണങ്ങൾ വിശ്വസിക്കാതെ ഒരു തരത്തിലും നമുക്ക് തരമില്ല. കാരണം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യർ ഇതിന്റെ പേരിലും ഇതിനോടൊക്കെ തന്നെ മരിച്ചിട്ടുണ്ട്. കമാൻഡോയുടെ കൂറുമാറ്റം എങ്ങനെയാണ് ആക്രമണങ്ങളിലേക്ക് നയിച്ചത് എന്ന് വേണം ഇനി അറിയാൻ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊന്നും സംഭവിച്ചത് നമുക്ക് നോക്കാം. ഒക്ടോബർ 20-നാണ് ഗസറിയിലെ RSFിലെ സീനിയർ കമാൻഡറായ അബു കേക്കൽ ഏതാനും സഹപ്രവർത്തകരോടൊപ്പം കൂറുമാറിയതായി സുഡാനീസ് സൈന്യം തന്നെ പ്രഖ്യാപിക്കുന്നത്. യുദ്ധത്തിന് മുമ്പ് അദ്ദേഹം സുഡാനീസ് സൈന്യങ്ങളിലേക്ക് മടങ്ങാനുള്ള കേക്കലിന്റെ തീരുമാനം RSFിനെതിരായ പ്രധാന പ്രചാരണ ആയുധമായി പരിവർത്തനപ്പെട്ടു. പുറകെ തന്നെ തീരുമാനം തിരുത്തി ഫോഴ്സിലേക്ക് തിരികെ വരാനുള്ള പൊതുമാപ്പ് ഓഫറുമായി RSF മുന്നോട്ട് വരികയും ചെയ്തു. കെയ്ലിനൊപ്പം കൂറുമാറിയ സൈനികർക്കും ഈ ഓഫർ ലഭിച്ചു. അതായത് ഇവർക്കും ഇങ്ങനെ ഒരു അവസരം നൽകുന്നുണ്ട്. കെയ്ലിന്റെയും കൂട്ടാളികളുടെയും മറുകണ്ഠം ചാടൽ RSFന് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. കൂറുമാറ്റത്തിന് തൊട്ടു പിന്നാലെ RSF പോരാളികൾ ഒക്ടോബർ 20-നും നവംബർ 4-നും ഇടയിലെ ഗസറിയിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതായത് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 69 ആക്രമണങ്ങളെങ്കിലും ഈ ചുരുങ്ങിയ കാലയളവിൽ നടന്നതായിട്ടാണ് യുദ്ധ നിരീക്ഷണ സംഘടനയായ ആൻഡ് കോൺഫ്ലിക്ട്സ് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ, അതായത് ACLD രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 69 ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം വലുതാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന്. ഒക്ടോബർ 25-ന് സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിൽ നിന്ന് 90 കിലോമീറ്റർ തെക്കായിട്ട്, അതായത് 15,000-ഓളം ആളുകൾ താമസിക്കുന്ന അൽ സെരിഹയുടെ പ്രാന്തപ്രദേശത്ത് പോരാളികൾ ശക്തമായി വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട്. പല ജനങ്ങളും ഈ ഒച്ച കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് പോലും. അപകടം മണത്തറിഞ്ഞ പലരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആയുധധാരികൾ അവരെ വളഞ്ഞിട്ട് വെടിവെച്ചു എന്നതാണ് മറ്റൊരു കാര്യം. സായുധരായി നിൽക്കുന്ന സാധാരണ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന ഏറ്റവും നിഷ്കരുണമായ പ്രവൃത്തിയാണ് ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒന്ന് ആലോചിക്കണം, ഒരു ഫോഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. തോക്കുധാരികൾ ഒരു മുസ്ലിം പള്ളിയിലേക്ക് കയറുകയാണ് ചെയ്തത്. കണ്ണിൽ കണ്ടവരെയൊക്കെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു സംഭവം. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിരവധി പേർക്ക് വെടിയേറ്റു. മറ്റുള്ളവരെ പട്ടണത്തിന് ചുറ്റുമുള്ള വയലുകളിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ആക്രമണകാരികളിൽ തന്നെ ചിലർ പകർത്തിയ സാധാരണ മനുഷ്യരെ കൊന്നു തള്ളുന്ന വീഡിയോകൾ
പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അതായത് വളരെ കുറഞ്ഞ ഒരു പരിമിതമായ സോഴ്സ് മാത്രമേ ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇത്തരം വാർത്തകൾ പുറത്തു വന്നപ്പം ആളുകൾ വളരെയധികം ഞെട്ടുന്ന ഒരു കാഴ്ചയാണ്. അതായത് BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെ വന്ന ഒരു വീഡിയോയിലുള്ളത് എന്ന് പറയുന്നത് പട്ടണത്തിന് നേരെയുള്ള ആക്രമണവും നാട്ടുകാരെ കൊലപ്പെടുത്തിയതും RSS ചിഹ്നങ്ങളുള്ള യൂണിഫോം ധരിച്ച സൈനികർ ആഘോഷിക്കുന്നതും നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാണ് ശരിക്കും ഈ സൈന്യത്തിനിട്ട് പണി നൽകിയ ഒരു സംഭവം. തങ്ങളല്ല ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചാലും ഈ തെളിവുകൾ തന്നെ ആരോപണങ്ങൾ ശരിവെക്കാൻ ധാരാളമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് ഇവർക്ക് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ചിത്രങ്ങൾ, അതായത് ദൃശ്യങ്ങൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആരാണ് ഇത് ചെയ്തത് എന്ന കാര്യം. എന്തായാലും ഒക്ടോബർ 20 അൽ സെരീഹയിൽ വെച്ചുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം RSFനാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പള്ളിമുറ്റത്ത് പുതപ്പ് കൊണ്ട് മൂടിയ ശവശരീരങ്ങൾ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം ആക്രമണം നടന്ന മസ്ജിദിന് മുന്നിൽ നിന്ന് അക്രമകാരികൾ പകർത്തിയവയായിട്ടുണ്ട്. അതായത് നമ്മൾ മസ്ജിദ് എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. അവിടെ വെച്ചിട്ട് ആളുകളെ കൊല്ലുക, അവിടെ വെച്ചിട്ട് ആളുകളെ പിന്നെ ഇല്ലാതെയാക്കുക, അത്തരമുള്ള പ്രവർത്തികൾ അത് വളരെ നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത തരം ഒരു കാഴ്ചയായിരുന്നു സുഡാനിൽ സംഭവിച്ചത്. അൽ സെരിഹയിലെ ഈ കൂട്ടക്കുരുതിയിൽ 124 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഞാനിപ്പോ പറഞ്ഞത് ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്. ഇത് പുറത്തു വരുമ്പോൾ 140 പേരിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ കണക്കുകളാണ്, ഇതിലും കൂടുതലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സുഡാനിലെ പ്രാന്തപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും മൺകൂനകൾ സാറ്റലൈറ്റുകളിൽ ദൃശ്യമാകുന്നത് സുഡാനിലെ സ്ഥിതി എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഫോഴ്സിന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടവർക്ക് വിധിച്ചിരുന്നത് മറ്റൊരു കഠിന പരീക്ഷണമാണ്. ജീവൻ ബാക്കിയായവരെ ബന്ദികളാക്കി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ചിലപ്പം കഥകളിലായിരിക്കും കേട്ടത്, പക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ബന്ദികളാക്കപ്പെട്ടവർ ക്രൂരമായ ദേഹോപദ്രവത്തിനാണ് വിധേയമായിക്കൊണ്ടിരുന്നത്. പ്രായമായവർ വരെ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ഓർക്കണം. പലരും തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ തിരികെ ലഭിക്കുന്നതിനായി മോചനദ്രവ്യം നൽകാൻ പ്രേരിതരായി. അതായത് സുഡാൻ വലിയൊരു റിച്ച് രാജ്യമല്ല, അതായത് സാമ്പത്തികമായിട്ട് കുറെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം. ആളുകളുടെ കയ്യിൽ വലിയ രീതിയിൽ പണമൊന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും ഈ മോചനദ്രവ്യം നൽകിയിട്ട് ആളുകളുടെ ജീവന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വാങ്ങേണ്ട ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. സുഡാൻ സായുധ സേനാ മേധാവി അബ്ദുൾ ഫത്താഹ് അൽ ബുർഹാനും സുഡാൻ അർദ്ധസൈനിക സംഘടനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മേധാവി മുഹമ്മദ് ഹംദ ദഖാലയും തമ്മിലുള്ള അധികാര തർക്കമാണ് സുഡാനിലെ യുദ്ധ പരമ്പരകളിലേക്ക് വഴിതെളിച്ചത്. അതായത് രണ്ട് കൂട്ടർ തമ്മിലുള്ള വലിയൊരു പ്രശ്നമാണ് ഇത്രയും മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്നത്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. സുഡാനിലും വിഭിന്നമല്ല. 14 ദശലക്ഷത്തിലധികം ആളുകളാണ് അന്ന് സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നത്. അതായത് കടുത്ത ആഭ്യന്തര സംഘർഷങ്ങളും ആഭ്യന്തര യുദ്ധവും സുഡാന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയെ ആഘാതം. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു ജനതയുടെ പലായനത്വം അന്ന് വലിയ രീതിയിൽ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴും, അതായത് 2024 അവസാനിക്കാൻ പോവുകയാണ്, നമ്മൾ 2025 കാലെടുത്ത് വെക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും സുഡാനിലെ അവസ്ഥ വ്യത്യസ്തമല്ല. ഇന്നും ആളുകൾ കൊല്ലപ്പെടുകയാണ്. അതായത് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഈ മസ്ജിദിന്റെ മുന്നിലൊക്കെ ആളുകളെ കൊന്ന് കൂട്ടിയിട്ട ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ ലോക മാധ്യമങ്ങൾ അധികം ശ്രദ്ധ നൽകുന്നുണ്ടാവില്ല സുഡാനിൽ. പക്ഷേ സുഡാനിലെ വിഷയം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മളെല്ലാവരും പശ്ചിമേഷ്യയിലും അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനൊക്കെ പിറകെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ, അതായത് ഇത്തരം മസ്ജിദിന്റെ മുന്നിലൊക്കെ ആളുകളെ കൊന്ന് തള്ളുന്ന അല്ലെങ്കിൽ അധികാര തർക്കത്തിന്റെ പേരിൽ ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലരും അറിയാതെ പോവുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം മറ്റൊരു വാർത്തയും വിശകലനമായി വീണ്ടും എത്താം. നന്ദി.